ET മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വലിയൊരു നഷ്ടം നേരിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഏവരും പുതിയ വ്യാപാര ആഴ്ച പ്രതീക്ഷയായിട്ടാണ് ഉറ്റുനോക്കുന്നത്. US വിപണികളിൽ നിന്നും ഒരു അനുകൂല സൂചനകൾ, ഒരു പോസിറ്റീവ് നേട്ടത്തോടെ ക്ലോസിംഗ് നമ്മൾ കണ്ടു. ഇത് ഇന്ത്യൻ വിപണിക്കും ഉത്തേജനമേകുമോ? കഴിഞ്ഞ ആഴ്ച വലിയൊരു സെല്ലിംഗ് നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ടെക്നിക്കൽ പുൾ ബാക്ക് പ്രതീക്ഷിക്കാമോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായും പങ്കുവെക്കുന്നത്. വരുന്ന ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം കഴിഞ്ഞ ആഴ്ചയിലെ ഒരു US വിപണിയിലെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ ജോബ് റിപ്പോർട്ട് പ്രതീക്ഷാനം മികച്ച നിലയിൽ വന്നതാണ് US വിപണികളെ മുന്നോട്ട് നയിച്ചത്. ഡൗ ജോൺസിന് ഒരു റെക്കോർഡ് ക്ലോസിംഗ് കൊടുക്കാൻ കഴിഞ്ഞു. S&Pയും നസ്ഡാക്കും പ്രധാനപ്പെട്ട 3 സൂചികളും റെക്കോർഡ് നേട്ടത്തോടെയാണ്, മികച്ച നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. 6 മാസത്തിനിടയിൽ ഉയർന്ന ഒരു ജോബ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 4.1% താഴ്ന്നതും വിപണിയെ സംബന്ധിച്ച് ഒരു മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. യൂറോപ്യൻ വിപണികളും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പോസിറ്റീവ് രീതിയിൽ തന്നെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. ഇനിയിപ്പോൾ നാളെ നോക്കിയാലും ചൈനീസ് മാർക്കറ്റ് പ്രധാനമായും മെയിൻ ലൈനിലെ എക്സ്ചേഞ്ചുകളൊക്കെ വിപണികളൊക്കെ അവധിയായിരുന്നുകൊണ്ട് തന്നെ ഒരു ഹോങ്കോങ് നോക്കിയാലും അവിടെ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും FISൻ്റെ ഒരു ബൈങ് അവിടെ സ്റ്റിമുലസ് പാക്കേജ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആഗോള വിപണികളുടെ ഒരു വെള്ളിയാഴ്ചത്തെ ക്ലോസിങ്ങും തിങ്കളാഴ്ച രാവിലെ ഏഷ്യൻ മാർക്കറ്റ്സിലെ ഒരു ഓപ്പണിങ്ങും വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഒരു ഓപ്പണിംഗ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വരുന്ന ആഴ്ചയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ സൈഡിൽ തന്നെ മിഡിൽ ഈസ്റ്റ് സംഘർഷം നമുക്ക് ക്ലോസ്ലി തന്നെ വാച്ച് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരാഴ്ച കാലത്തേക്ക് ഫോർകാസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്താലും കൂടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തൊക്കെ രീതിയിൽ സംഭവവികാസങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു അതിനനുസരിച്ചുള്ള റിയാക്ഷൻസ് പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വിപണിയിലും ബാധിക്കാം. പ്രധാനമായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വിലയാണ് നമ്മൾ നോക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ച 8% ഒരു വർദ്ധിച്ചത് ഒറ്റയടിക്ക് ക്രൂഡ് ഓയിലിൽ. അപ്പോൾ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ ഇന്ത്യൻ വിപണിയെ തീർച്ചയായിട്ടും ബാധിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് തന്നെ അത്തരം ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹമാസ് കഴിഞ്ഞ വർഷം അറ്റാക്ക് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് 1ാം വാർഷികം കൂടെ നാളെ ചേരുന്നതിനാൽ പല സംഗതികളും ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ വലിയ കാര്യങ്ങളിലേക്കോ വലിയ തിരിച്ചടികളിലേക്കോ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യം മോശമാക്കുന്ന രീതിയിലേക്കോ ഉടൻ പോകില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും കോർപ്പറേറ്റ് കമ്പനികളുടെ 2ാം പാദ ഫലം വരുന്നുണ്ട്. Q2 റിസൾട്ട്സ് വരുന്നുണ്ട്. ഒക്ടോബർ 10 TCSൻ്റെ റിസൾട്ടോടുകൂടി പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം റിസൾട്ട് പുറത്തു വന്നു തുടങ്ങും. അപ്പം വാല്യുവേഷൻ എപ്പോഴും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി ഒരു നെഗറ്റീവായിട്ട് പറയുന്ന പശ്ചാത്തലത്തിൽ ഇത്തവണ വരുന്ന കോർപ്പറേറ്റ് ഏർണിങ്സിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കണം. പ്രത്യേകിച്ചും വാല്യുവേഷൻ ഉയർന്നു നിൽക്കുന്ന ഓഹരികൾ എന്താണെന്ന് വെച്ചാൽ ഇൻലൈൻ എക്സ്പെക്റ്റേഷൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ മികച്ച പാദഫലം നൽകിയാൽ മാത്രമായിരിക്കും ആ ഓഹരികൾക്ക് പിടിച്ചു നിൽക്കാനാവുക. പ്രത്യേകിച്ചും സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവ് ചുറ്റുപാടും ഉള്ളതിനാൽ എക്സ്പെക്റ്റേഷന് താഴെ വരുന്ന റിസൾട്ട് നൽകുന്ന ഓഹരികൾ വലിയ തിരിച്ചടിക്കുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഗ്ലോബൽ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രാൻസിൽ ബജറ്റ് അവതരണമുണ്ട് വ്യാഴാഴ്ച. അത് വിപണിയെ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ചും വരുന്ന ഫ്രൈഡേ ഫിച്ച് റേറ്റിംഗ് ഒക്കെ ഫ്രാൻസിൻ്റെ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ, പക്ഷെ അവിടെ ഏറ്റവും പ്രധാനം അവിടെ ഒരു തൂക്ക് മന്ത്രിസഭ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബജറ്റ് പാസ്സാക്കാൻ കഴിയുമോ ഇല്ലതാണ് വിപണി ഉറ്റുനോക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് അവിടെ ഒരു ഭരണ സമരത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ നയിക്കാം. സ്പെൻഡിങ് അവിടുത്തെ ഒരു ചെലവ് ചുരുക്കലും നികുതി വർധനയും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു പ്രധാന ലക്ഷ്യമായതിനാൽ ഒരു സ്പെൻഡിങ് കട്ടും ടാക്സ് ഹൈക്കും ഫ്രാൻസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ അധികം ബാധിക്കുന്നില്ല. പ്രധാനമായിട്ടും അടുത്ത ബജറ്റ് പാസ്സാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് യൂറോപ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് പ്രധാനമായതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൈഡിലേക്ക് നോക്കേണ്ട RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് 7 മുതൽ 9 വരെ. 9-ാം തീയതി എന്താണോ യോഗത്തിൻ്റെ ഒരു ഡിസിഷൻ പ്രഖ്യാപിക്കും. പ്രത്യേകിച്ച് റിപ്പോ റേറ്റ് നിരക്കുകളിലൊരു കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്തുമെന്ന് വിപണി പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ റേറ്റ് കുറയ്ക്കാൻ തയ്യാറായാലും അതൊരു പോസിറ്റീവാണ്. അല്ലെങ്കിൽ ഒരു വിപണിയിൽ നേടുന്നൊരു വീക്ക്നെസ്സിനെ തടയിടാൻ പറ്റുന്നൊരു ഘടകമായി അതിന് മാറാൻ കഴിയും. അതുകൊണ്ട് തന്നെ റേറ്റ് സെൻസിറ്റീവായിട്ടുള്ള സെക്ടേഴ്സിന് സ്റ്റോക്കുകളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഇതിനേക്കാളേറെ
9-ാം തീയതി RBI ഗവർണർ നൽകുന്ന കമൻട്രി, ഈ MPC യോഗത്തിന് ശേഷം നൽകുന്ന കമൻട്രി ഗ്ലോബൽ എക്കണോമിയെ പറ്റി, ഇന്ത്യൻ എക്കണോമിയെ പറ്റി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇത്തരൊരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കമൻട്രികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് കഴിയുന്നില്ല ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഒരു പറയാനുള്ളത്. Q2 റിസൾട്ട്സ്, RBI മീറ്റിംഗ്, പിന്നെ മിഡിൽ ഈസ്റ്റ് സംഘർഷം നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യണം. ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനിയിപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ വിപണിയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ, അപ്പം കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം അവധിയായിരുന്നെങ്കിൽ പോലും 4 ദിവസം അല്ലെങ്കിൽ തുടർച്ചയായ 5 ദിവസം കഴിഞ്ഞതിന് മുമ്പത്തെ വെള്ളിയാഴ്ചയോട് നോക്കുകയാണെങ്കിൽ വിപണിയിൽ 5 ദിവസം തുടർച്ചയായിട്ട് നമുക്ക് സെല്ലിംഗ് കാണാൻ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച 1167 പോയിൻറ്റിൻ്റെ ഒരു ട്രേഡിംഗ് റേഞ്ചിലാണ് നിഫ്റ്റി ഓസിലേറ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. റീസെൻറ്റ് പീക്കിൽ നിന്ന് ഏകദേശം 5% നിഫ്റ്റി ഡൗൺ ആയിട്ടുണ്ട്. വെള്ളിയാഴ്ച നിയർലി 1% ഒരു ഡൗൺ നമുക്ക് കാണാം. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നത്തേക്കാളേറെ ഇപ്പോൾ കഴിഞ്ഞ 4 മാസ കണക്കിൽ നോക്കുമ്പോൾ ഇത്തവണത്തെ ഒരു വീഴ്ചയ്ക്ക് ഒരു എബോ ആവറേജ് വോളിയത്തിൻ്റെ ഒരു ഇത് കാണാം. ഈ വീണ സമയങ്ങളിലൊക്കെ നോർമലി നടക്കുന്നതിനൊക്കെ ഒരു ട്രേഡിംഗ് വോളിയം കണ്ടിട്ടുള്ളത് നമ്മൾ ഇത്തവണ ഒരു പുതിയതായിട്ട് കണ്ടൊരു ഇതാണ്, ഒരു നീക്കമാണ്. വീക്ക്ലി ചാർട്ടിൽ നോക്കുമ്പോൾ ആണെങ്കിൽ ഒരു ലോങ് ബെയറിഷ് ക്യാൻഡിൽ പാറ്റേൺ നമുക്ക് കാണാം. ഡെയിലി ചാർട്ടിൽ നോക്കുവാണെങ്കിൽ ഒരു ലോവർ ഹൈ ലോവർ ലോ ഒരു ഫോർമേഷനും കാണാം. ഇത് രണ്ടും നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ എന്തായാലും 5 ദിവസമായി തുടർച്ചയായിട്ടുള്ള ഒരു തിരിച്ചടികൾക്ക് ശേഷം നിഫ്റ്റി ഒരു നിർണായകമായ സപ്പോർട്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. 25,000, 24,800 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് റീജിയനിൽ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു 50-ഡേ EMA എക്സ്പെൻഷണൽ മൂവിങ് ആവറേജിൻ്റെ അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സോൺ, അതായത് നിർണായകമായ സപ്പോർട്ട് 25,000, 24,800 എന്നുള്ള സപ്പോർട്ടും 50-ഡേ EMA അതിനോടൊപ്പം തന്നെ, അതായത് 24,800 എന്ന് പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ റാലിയുടെ 61.82% ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവലിലൂടെയാണ്. അപ്പം ഈ ഇത്രയൊരു സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് വരുന്നതുകൊണ്ടും വെള്ളിയാഴ്ച ഒരു പോസിറ്റീവ് ക്ലോസിംഗ് വ്യൂസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മേഖല 25,000, 24,800 എന്നുള്ളൊരു സപ്പോർട്ട് നിഫ്റ്റി ഹോൾഡ് ചെയ്യാൻ തന്നെ സാധ്യതയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ബൗൺസ് ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം, ആഴ്ചയുടെ തുടക്കത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പം എത്രത്തോളം അതായത് ക്ലോസിംഗ് ബേസിസിൽ 25,000-ന് മുകളിൽ നിഫ്റ്റി തുടരുന്നിടത്തോളം നമുക്ക് 25,300, 25,500 നിലവാരങ്ങളിലേക്ക് അടുത്ത ആഴ്ചയിൽ ഒരു റീബൗണ്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ 25,000-ന് താഴേക്ക് എന്തെങ്കിലും വാർത്തകൾ പുതിയതായിട്ട് വരുന്ന ബ്രേക്കിംഗ് ന്യൂസ് വരുന്നതിന് പുറത്തോ നിഫ്റ്റി 25,000-ന് താഴെയാണ് ഒരു ഡിസിസീവായിട്ട് നല്ല വോളിയത്തോടെയാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ തൊട്ടടുത്തുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 24,750 സെപ്റ്റംബർ സ്വിംഗ് ലോ ആണത്. അതിൻ്റെ താഴെ ആണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. നോക്കുമ്പോൾ 24,500 ഉണ്ട്, അത് 20 വീക്ക് EMA ആണ്. 24,440 ആ റേഞ്ചുണ്ട്, അത് ഒരു 50 വീക്ക് മൂവിങ് ആവറേജ് കൂടിയാണ് നിഫ്റ്റിയുടെ നോക്കുമ്പോൾ. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യൽ സപ്പോർട്ടാണ്. അത് 25,000-ന് താഴെ ഒരു ക്ലോസിംഗ് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് പറയാൻ കഴിയും. അതായത് 25,000-ന് താഴെ ക്ലോസിംഗ് വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അത് 25,000 നിഫ്റ്റിയുടെ 25,000 നിലവാരത്തിന് താഴെ മുകളിൽ ആണ് ക്ലോസിംഗ് നിൽക്കുന്നതെങ്കിൽ ഒരു റീബൗണ്ട്സ് 25,300, 25,500 പ്രതീക്ഷിക്കാമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിലും 25,200 കോൾ സൈഡിൽ, അതായത് കോളിൻ്റെ അകത്ത് 25,200, 25,300 സ്ട്രൈക്ക് പ്രൈസുകളിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതേസമയം പുട്ടിൽ നോക്കുമ്പോൾ 25,000 ഒരു ഏറ്റവും കൂടുതൽ നിയറസ്റ്റ് സ്ട്രൈക്ക് പ്രൈസുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇതും ചില സൂചനകൾ നൽകുന്നതിനെയാണ്. അപ്പം ചുരുക്കി വരുന്ന ആഴ്ചയിലേക്ക് നിഫ്റ്റിയുടെ സാധ്യതകൾ പറഞ്ഞാൽ 25,000, 24,950 എന്നുള്ളൊരു സോണിൻ്റെ താഴേക്കൊരു ഡിസിസീവ് മൂവ് വന്നെങ്കിൽ മാത്രമാണ് ഒരു ഫർദർ താഴ്ചയിലേക്കുള്ള ഒരു നീക്കത്തിനുള്ള സാധ്യത തുറക്കപ്പെടുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 24,500 വരെ, അല്ലെങ്കിൽ 24,750 ആദ്യത്തെ സപ്പോർട്ട്. പക്ഷേ 24,500 വരെയൊക്കെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് എന്തെങ്കിലും രീതിയിൽ നെഗറ്റീവ് ന്യൂസുകൾ വന്ന് 25,000, 24,950 എന്നുള്ള ആ ഒരു ലെവലിനെ ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്താൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അതേസമയം മറിച്ച് വേറെ നെഗറ്റീവ് ന്യൂസുകളൊന്നും വരുന്നില്ല നിലവിലത്തെ സാഹചര്യത്തിലാണെങ്കിൽ നിലവിൽ വെള്ളിയാഴ്ചത്തെ ഒരു ഹൈ എന്ന് പറയുന്നത് 25,000-ൻ്റെ തൊട്ടടുത്താണ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ 20 EMAയും ഉണ്ട് നിഫ്റ്റിയുടെ. നേരത്തെ ഒരു ചാനൽ ബ്രേക്ക് ഡൗൺ ലെവലും കൂടിയാണ്. അപ്പം അതായത് 25,500 എന്നുള്ളതൊരു നമുക്ക് ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ആയിട്ട് മുന്നിൽ നിൽക്കാമെന്നാണ് പറയുന്നത്. അതിൻ്റെ തൊട്ട് മുന്നിലുള്ളൊരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,300 ആണ്. ഇതാണ് ഒരു വീക്ക്ലി ബേസിസിൽ പറയാൻ കഴിയുക.
ഇനി നാളേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഹെവി സെല്ലിംഗ് നമ്മൾ എല്ലാം നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ചാർട്ടിൽ മൊമെൻ്റ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒരു ഓവർസോൾഡ് റീജിയനിലാണ് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഒരു പുൾ ബാക്ക്, അതായത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നാളെയും രാവിലെയുമായിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ന്യൂസുകളോ അല്ലെങ്കിൽ വലിയ സംഘർഷം മൂർച്ഛിക്കുന്നൊരു വാർത്തകളോ വരുന്നില്ലെങ്കിൽ US മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിങ്ങും ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ടൊരു ഓപ്പണിംഗ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ എന്ന് പറയുന്ന സൂചനയും അനുസരിച്ച് നമുക്ക് ഈ ഒരു വരുന്ന വ്യാപാരാഴ്ച നേട്ടത്തോടെ തുടങ്ങുമ്പോൾ തന്നെ കരുതാം. എന്തായാലും ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം അങ്ങനെ നിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഡെവലപ്പിംഗ് ആണ്. ബാക്കിയുള്ള ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ Q2 റിസൾട്ടിനെ അനുസരിച്ചുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും വരും. അപ്പോൾ എന്തായാലും വാർത്തകൾ സാഹൂതം പിന്തുടരണം, ജാഗ്രത പാലിക്കണം വിപണിയെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റും Q2 റിസൾട്ടും മുന്നിൽ നിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഇതാണ് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ 25,000 നിലവാരം നമുക്ക് ഹോൾഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. വേറെ അനിശ്ചിതാവസ്ഥകളോ വേറെ നെഗറ്റീവ് ബ്രേക്കിങ്ങുകളോ വരുന്നില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് 25,000 ഒരു പുൾ ബാക്ക് ലഭിക്കുമെന്നാണ് ഒരാഴ്ചക്കാലങ്ങളിൽ സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ഇതെല്ലാം മിഡിൽ ഈസ്റ്റിൽ വരുന്ന ന്യൂസിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും നാളെ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാമെന്നുകൊണ്ട് പറഞ്ഞു നിർത്തുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വാർത്തകൾ അല്ലെങ്കിൽ വിപണിയുടെ പോക്കിനനുസരിച്ച് തീർച്ചയായിട്ടും പുതിയ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവുന്നതേ ഉള്ളൂ. ഞാനൊരു സെമി രജിസ്റ്റേർഡ് ഒരു അനലിസ്റ്റ് ഒന്നും അല്ല, പക്ഷേ ഒരു അക്കാഡമിക് പർപ്പസിൽ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.